ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിലേക്കാണ്. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് ഓർത്താൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം അടിസ്ഥാനപരമായ എല്ലാ ഓഫീസുകളുടെയും പ്രധാനപ്പെട്ട ജോലികൾ ഭൂരിഭാഗവും ചെയ്യുന്നത് അക്ഷയ കേന്ദ്രങ്ങളാണ്. നാം അക്ഷയ കേന്ദ്രങ്ങളിൽ പോകാത്തവർ കേരളത്തിൽ പൊതുവിൽ മലയാളികൾ കുറവായിരിക്കും എന്നാണ് എൻ്റെ അനുഭവപാഠം പറയുന്നത്. തന്നെയുമല്ല, പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഓഫീസുകൾ വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് തുടങ്ങി RTO ഇങ്ങനെ ജനങ്ങൾ കൂടുതൽ നേരിട്ട് ഇടപെടുന്ന ഓഫീസുകളുടെ ഭൂരിഭാഗവും വർക്കുകളൊക്കെ ചെയ്യുന്നത് അക്ഷയ കേന്ദ്രങ്ങളാണ്. തന്നെയുമല്ല, കേരളത്തിൽ ഒരുപാട് സേവനങ്ങൾ മറ്റു തരത്തിലും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യുന്നു. വിദ്യാഭ്യാസ രംഗത്തും വനവൽക്കരണ സംഘത്തും എന്ന് വേണ്ട ഒരുപാട് മേഖലകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യുന്നു. എന്നിട്ടും അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ നമ്മോട് ഒരിക്കലും ദേഷ്യപ്പെടുന്നതായിട്ടോ അല്ലെങ്കിൽ മുറുമുറുപ്പ് രേഖപ്പെടുത്തുന്നതായിട്ടോ നമുക്ക് അനുഭവപ്പെടുന്നില്ല. എന്നാൽ ഈ വർക്കുകളൊക്കെ ചെയ്തു കഴിയുമ്പോഴും കേരളത്തിലെ പല സർക്കാർ ഓഫീസുകളിലും പലപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഇവരുടെ സേവനങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക. എന്താണ് അവിടെ അത്ര മുറുമുറുപ്പുകളും ദേഷ്യപ്പെടലുകളും ചില പോരായ്മകളും പൊരുത്തക്കേടുകളും ഒക്കെ സംഭവിക്കാൻ കാരണം? നാം ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതല്ലേ? സർക്കാർ ജീവനക്കാർ എല്ലാവരും അഴിമതിക്കാരും കൊള്ളക്കാരുമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം കേവലം ഒരു 5-6% ആളുകൾ കേരളത്തിലെ സർക്കാർ മേഖലയെ ഇകഴ്ത്തി കാണിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ അവ പോലും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഈ കാണുന്ന ഓഫീസുകളെല്ലാം നൂറുകണക്കിന് ആളുകൾ ദിനംപ്രതി എന്നോണം വന്നു പോകുന്ന സർക്കാർ ഓഫീസുകളാണ്. ഓരോ താലൂക്ക് അടിസ്ഥാനത്തിലും ഒരുപാട് ഇത്തരം മിനി സിവിൽ സ്റ്റേഷനുകളും ഒരുപാട് ഓഫീസുകളും നിലവിലുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഈ അക്ഷയ കേന്ദ്രങ്ങളിലാണ് ഇവിടെയെല്ലാം 50% കൂടുതൽ വർക്കുകൾ നടക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടങ്ങളിലൊക്കെ ചില പൊരുത്തക്കേടുകൾ അങ്ങിങ്ങായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് ഇങ്ങനെ വരുന്നതിൽ നമ്മൾ ജീവനക്കാർക്ക് മാത്രം പങ്കുണ്ടതാണോ അതോ ജീവനക്കാരെ മാത്രം കുറ്റപ്പെടുത്താമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിക്ക് മുമ്പേ സംസാരിച്ചിട്ടുള്ളതാണ്. എങ്കിലും അക്ഷയ കേന്ദ്രങ്ങളെ ഈ കാര്യങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ടതിൻ്റെ ഒരു ആവശ്യകത മുൻനിർത്തിയാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. 6 മണിയായാൽ പോലും അക്ഷയ കേന്ദ്രങ്ങളിലെ തിരക്കൊഴിയുന്നില്ല. എന്നാൽ സർക്കാർ ഓഫീസുകളിൽ പലതിലും ഒരു തിരക്കുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപാട് സർക്കാർ ഓഫീസുകൾ ഇപ്പോഴും പ്രത്യേകിച്ചൊരു പണിയുമില്ലാതെ വെറുതെ ശമ്പളം പറ്റുന്നവരുണ്ട് എന്ന് ഒരുപാട് ആളുകൾ പറയുമ്പോൾ നമുക്ക് അത് ബോധ്യമില്ലെങ്കിലും യഥാർത്ഥത്തിൽ അത് ശരിയാണ് എന്ന് എനിക്ക് അനുഭവമാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇത്തരത്തിൽ ചില പാളിച്ചകളും പോരായ്മകളും സർക്കാർ മേഖലയിൽ ഒരു തിരുത്തലുകൾ ആവശ്യമില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. അതിനാൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഓരോരുത്തരും സർക്കാർ ഓഫീസുകളെയും ഈ അക്ഷയ കേന്ദ്രങ്ങളെയും ഒന്ന് കമ്പയർ സ്റ്റഡി നടത്തണമെന്നാണ് എൻ്റെ പക്ഷം. അതിനാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്താൽ പോലും തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. സർക്കാർ ജീവനക്കാരെ ഇകഴ്ത്തി കാണിക്കാനല്ല, എന്നാൽ സർക്കാർ ജീവനക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. സർക്കാർ ജീവനക്കാരോടുള്ള സ്നേഹവും അതുപോലെ വാത്സല്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്ന 4-1 പണികൾ സർക്കാർ മേഖലയിൽ ചെയ്യുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.